തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പുരോഗമിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ ഗുജറാത്തിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ജീവിച്ചിരിക്കുന്ന നൂറുകണക്കിന് മുസ്ലിം വോട്ടർമാരെയാണ് മരിച്ചുവെന്ന് പ്രഖ്യാപിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമമായ മഖ്ദൂബ് മീഡിയയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അഹമ്മദാബാദിലെ ജമാൽപൂർ മണ്ഡലത്തിലാണ് സംഭവം. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റരുത്, ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് ഒരു കൂട്ടം പൗരന്മാർക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന അവസ്ഥ എത്രമാത്രം ഭീതിതമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കാൻ എന്ന് അവകാശപ്പെട്ടാണ് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും SIR പ്രക്രിയ ആരംഭിക്കുന്നത്. ബീഹാറിൽ ആരംഭിച്ച പ്രക്രിയയുടെ തുടക്കം മുതൽ വോട്ടർമാർ അന്യായമായി വെട്ടിമാറ്റപ്പെടുന്നതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിന്റെ തുടർച്ചയിലാണിപ്പോൾ ഗുജറാത്തിലും അതേ സംഗതി ആവർത്തിക്കുന്നത്. ബീഹാറിലെ പോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഗുജറാത്തിലും ബാധിക്കപ്പെട്ടിരിക്കുന്നത്. അഹമ്മദാബാദിലെ ജമാൽപൂർ മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പേരെയാണ് മരിച്ചവർ എന്നൊക്കെ അടയാളപ്പെടുത്തി വെട്ടിമാറ്റിയിരിക്കുന്നത്. SIR ഫോമുകൾ പൂരിപ്പിക്കുകയും കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തവരാണ് അന്തിമ പട്ടിക വന്നപ്പോൾ പുറത്തായിരിക്കുന്നത്. മരിച്ചുവെന്നോ സ്ഥലം മാറിയെന്നോ ഇരട്ടിപ്പാണെന്നോ ചൂണ്ടിക്കാട്ടി BJP പ്രവർത്തകർ നടത്തിയ ഇടപെടലാണ് മുസ്ലിം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാൻ കാരണമായത് എന്നാണ് ആരോപണം. പട്ടികയിൽ നിന്ന് ഒരാളെ പുറത്താക്കാൻ നൽകുന്ന അപേക്ഷയായ ഫോം 7 ഉപയോഗിച്ച് തങ്ങൾക്കെതിരെ BJP നേതാക്കൾ നടത്തിയ നീക്കമാണെന്നും ചൂണ്ടിക്കാട്ടി വെട്ടിമാറ്റപ്പെട്ടവരിൽ ചിലർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ജീവിച്ചിരിക്കെ തന്നെ താൻ മരിച്ചുവെന്ന് ചിത്രീകരിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു എന്നാണ് ജമാൽപൂർ നിയമസഭാ മണ്ഡലത്തിലെ 19ാം വാർഡിൽ നിന്നുള്ള വോട്ടർ ഫരീദ് മിയാൻ പറയുന്നത്. മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാർ പോലും എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത്. വെട്ടിമാറ്റാനുള്ള അപേക്ഷകളുടെ രീതി പരിശോധിക്കുമ്പോൾ മുസ്ലിം വോട്ടുകളെ ഇല്ലാതാക്കാനുള്ള ഏകോപിത ശ്രമത്തിന്റെ സൂചനയാണ് ലഭിക്കുന്നത് എന്നാണ് ന്യൂനപക്ഷ ഏകോപന സമിതി കൺവീനർ മുജാഹിദ് നഫീസ് പ്രതികരിക്കുന്നത്. ഇത് ഭരണപരമായ പിഴവല്ല, വ്യാജമായി മുസ്ലിം വോട്ടർമാരെ മരിച്ചവരോ കുടിയിറക്കപ്പെട്ടവരോ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ആസൂത്രിത ശ്രമമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇത് ഗുജറാത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല എന്നാണ് ദ വയർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ SIR പ്രക്രിയയിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അനധികൃത താമസക്കാർ എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയും മുസ്ലിം വോട്ടർമാരെ വെട്ടിമാറ്റുന്നുണ്ടത്രേ. 2002 ഗുജറാത്ത് കലാപത്തിന് പിന്നാലെ അഹമ്മദാബാദിലെ അക്ബർ നഗറിൽ പുനർനിർമ്മിച്ച മുസ്ലിങ്ങൾ പാർക്കുന്ന ഒരു ചേരി 11 മാസം മുൻപ് ഭരണകൂടം പൊളിച്ചു മാറ്റിയിരുന്നു. പക്ഷേ ആളുകളെ പുനരധിവസിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ SIR സമയത്ത് അവരിൽ പലരുടെയും പേരുകൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. അവരുടെ വീടുകൾ അഥവാ ബസ്തികൾ ഔദ്യോഗികമായി പൊളിച്ചു മാറ്റപ്പെട്ടു എന്നതാണ് അതിനവർ പറയുന്ന ന്യായീകരണം. മുസ്ലിങ്ങൾക്ക് പുറമെ ഗോത്ര വിഭാഗങ്ങളെ ഒക്കെ ഇത്തരം കാരണം പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് എന്നാണ് പരാതികൾ. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ അത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നു. സ്വന്തം പേര് വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ടതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ജനങ്ങളുടെ മേൽ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈകഴുകുന്ന കാഴ്ചയാണ് SIR പ്രക്രിയ എന്ന വിമർശനം വ്യാപകമായിരിക്കെയാണ് അത് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നത്. ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, ദളിത്, ആദിവാസി വിഭാഗങ്ങൾ എന്നിവരാണ് ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് എന്നതും ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്.